എന്റെ ജാക്കറ്റ് എന്തി? ഞാൻ കണ്ടു പൊന്നായിട്ട് എണീച്ചു കൊടുക്കുന്നത്. അടുത്ത പ്രാവശ്യം സ്നേഹം വരുമ്പോ വല്ല റെയിൻകോട്ടും മേടിച്ചു കൊടുക്കുക, മനസ്സിലായോ? എന്താണ് ഫേസ്ബുക്കിൽ സിംഗിൾ മാറ്റി ഇന്ന റിലേഷൻഷിപ്പ് എന്നാകാറായോ? ഞങ്ങളൊന്ന് കമ്പനിയായി വരുന്നേ ഉള്ളൂ. അല്ലെങ്കിലും ഒരു റിലേഷൻഷിപ്പിനൊന്നും അവള് റെഡിയല്ല. അതിനോട് കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. നിന്നെ ഇന്നലെ കണ്ടതല്ലേ ഉള്ളൂ. ഓ അതല്ല. പിന്നെന്താ? അവളാരെങ്കിലും ഇട്ടിട്ട് പോയോ? ഇല്ല. അവളാരെങ്കിലും ഇട്ടിട്ട് പോയോ? ഓ അല്ല. ലെസ്ബിയൻ ആണോ? അല്ലടാ. പിന്നെന്താ? അവളുടെ പേരൻസ് ഡിവോഴ്സ് ആയി. സോറിയോ? അവര് പോലും ഇതുവരെ പറഞ്ഞിട്ടില്ല. അപ്പോഴാ താൻ. അവര് തമ്മിൽ എന്തൊക്കെയോ ഇഷ്യൂസ് ഉണ്ടായിരുന്നു. പക്ഷെ അമ്മ ഇറങ്ങിപ്പോന്ന് ഞാൻ ഒരിക്കലും. അതാ ഞാൻ കഴിഞ്ഞ ആഴ്ച ക്ലാസ്സിൽ വരാന് ഐവിക്ക് പോലും വരണ്ടെന്ന് വിചാരിച്ചു. പക്ഷെ ആ വീട്ടിലിരിക്കുമ്പോ ഇങ്ങനെ ഓരോന്ന് ഓർമ്മ വരും. എടാ നീ ഇത് ആരോടും പറയരുത്. എടാ ആരോടും ഇല്ല. Ma'am, I hope you're comfortable. Can I open my eyes now? Wait. Oh, wow. ഇത് കൊള്ളാലോ. ക്യാൻഡിൽ ലൈറ്റ് ഡിന്നർ, വൈൻ. നല്ല റൊമാൻറ്റിക് ആണല്ലോ. എന്താ ഉദ്ദേശം? നമ്മുടെ ഫസ്റ്റ് ഡേറ്റില്ലേ, സോ കുറച്ച് റൊമാൻറ്റിക് ആയിക്കോട്ടെ എന്ന് കരുതി. ഡേറ്റോ? ചിയേഴ്സ്. ഇതൊക്കെ എവിടെ നിന്ന് ഒപ്പിച്ചു? ചിരട്ട എളുപ്പം കിട്ടി. ടയറ് കുറച്ച് ഇഷ്ടപ്പെട്ടു. താനെന്താ ആരോടൊന്നും പറയാത്തെ തന്റെ പേരൻസിന്റെ കാര്യം? എനിക്ക് 8 കസിൻസ് ഉണ്ട്. ഇത്രയും നാള് ഞങ്ങൾ ഫുൾ അലമ്പായിരുന്നു. പക്ഷെ അച്ഛൻ്റെ അമ്മയുടെയും കാര്യം അറിഞ്ഞതോടെ ഇപ്പാകെ അവർക്ക് സിമ്പതി മാത്രമേ ഉള്ളൂ. മതിയായി. അറ്റ്ലീസ്റ്റ് ഇവരുടെ ഒക്കെ മുന്നിൽ ഞാൻ ഇപ്പോഴും ആ പഴയ ദിയല്ലേ. അതങ്ങനെ തന്നെ ഇരിക്കട്ടെ. ദിയ, നമ്മൾ ഇന്നലെ കേട്ട പാട്ട് ബസ്സിൽ ഇയർഫോൺ വെച്ചിട്ട് വാ. എന്താ ഞങ്ങളോടൊന്നും പറയാതിരുന്നത്? ഞങ്ങളുണ്ട് കൂടെ. ദേവു, ഐ എം ഫൈൻ. ദേവു, ലീവ് മീ അലോൺ. നിന്നോടും പറഞ്ഞവരോട് വേറെ ആരോടും പറയരുതെന്ന്. അങ്ങനെ വേറെ ആരെങ്കിലും ഞാൻ ഗേൾഫ്രണ്ട്. അവൻ നിന്നോട് എല്ലാം പറയാറുണ്ടെന്നാണോ? അക്ഷയ് വേണ്ട. ആദ്യം നിനക്ക് പറയാനുള്ള പറ, എന്നിട്ട് മതിയുടെ ബാക്കിയുള്ള എന്താ പ്രശ്നം? എന്താ അവൻ പറയുന്നത്? ദിയ എന്താ? ലീവ് മീ അലോൺ വരുൺ, പ്ലീസ്. എന്താ ഇവിടെ പ്രശ്നം? വാട്ട് ഇസ് ദ പ്രോബ്ലം ഓഫ് ദി ഇന്ത്യ? വലിച്ചിട്ടുണ്ടോ? വലിച്ചിട്ടുണ്ട് മക്കളെ. ഞാൻ കുറച്ച് സത്യങ്ങൾ പറയാൻ പോവാ. ഗൗതമിന് നിന്നെ നല്ല പേടിയാ. അതുകൊണ്ട് തന്നെ കുറെ കാര്യങ്ങൾ അവൻ നിന്നോട് പറയത്തുമില്ല. കുപ്പി, നിന്റെ മുന്നിൽ ഒരു മാസ്ക് ഇട്ടോ അല്ലെങ്കിൽ ഇതാക്കുകയും ചെയ്യും. അത് മോശമല്ലേ? പിന്നെ നീ ഇങ്ങനെ പ്രകാശം പരത്തി നടക്കുന്നതിൽ കുറേ പേര് കരിഞ്ഞു പോയിട്ടുണ്ട്. അതിലൊരുത്തനാണ് ഇവൻ. എവിടെ? അക്ഷയനെങ്കിലും
കുപ്പി നീ ഖരീച്ച് കളയില്ലേ? വാ വന്നേ. വരുൺ, ഞാൻ സത്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞില്ല. വരുൺ, വരുൺ, എടി ഇവൻ എന്തൊക്കെയാ പറയുന്നത്? അറിഞ്ഞിട്ട് എന്തിനാ നാട്ടുകാരോടെല്ലാം പറഞ്ഞു നടക്കാനോ? ദിയ, ഞാനങ്ങനെ നീ പറഞ്ഞിട്ടില്ല. അങ്ങനെ പറയരുത്. എടാ, നട്ടപ്പാതിരക്ക് ഇരുന്ന് ബസ്സിൽ കത്തി അടിച്ച കാര്യം, ഐ ലവ് യു പറഞ്ഞ കാര്യം, വെറുതെ ഇടണം. ബഞ്ചിക്ക് ശേഷം ഓൾമോസ്റ്റ് കിസ് അടിച്ച കാര്യം, ഇതൊക്കെ എന്നോട് പറഞ്ഞു. ദിയ, വിടറോ? ദിയ, ദിയ കുട്ടി, നീ വിചാരിക്കുന്ന പോലെ ഒന്നും അല്ല. പ്ലീസ് ലീവ് മീ അലോൺ. ജസ്റ്റ് ഗെറ്റ് ലാസ്റ്റ് അക്ഷയ്. എനിക്കിപ്പോ പറയാൻ പറ്റില്ല അത്ര തന്നെ. ദേവിക, പ്ലീസ് ജസ്റ്റ് ലെറ്റ് മീ ബി ഓൾറൈറ്റ്. അയ്യോ, കുഴപ്പമായോ? കുപ്പി ഡോറ് തുറക്ക്. പറ്റില്ല, എനിക്ക് പോയിട്ട് കുറെ പണിയുള്ള. ഡോറ് തുറക്കടാ. പറ്റില്ല. എനിക്ക് കുറച്ച് പറയാണ്ട, കേട്ടറങ്ങ് പോയാൽ മതി. ഇന്ന് ഐവിയുടെ ലാസ്റ്റ് ദിവസമാണ്. ഞാൻ രാവിലെ തൊട്ട് ഓരോരുത്തരുടെയും പുറകെ നടക്കുക എന്തെങ്കിലുമൊക്കെ പറഞ്ഞത് ശരിയാക്കാൻ. ശരി, ഞാൻ ഇന്നലെ രാത്രി വേണ്ടാത്ത എന്തൊക്കെയോ വിളിച്ചു പറഞ്ഞു, പക്ഷെ പറഞ്ഞതിൽ തെറ്റൊന്നുമില്ലല്ലോ, സത്യല്ലേ? ഞങ്ങൾ തമ്മിലുള്ള പ്രശ്നമല്ലേ, അത് ഞങ്ങൾ തന്നെ തീർത്തോളാം. നീ ഇടപെടേണ്ട ആവശ്യമില്ല. പക്ഷെ ഞാൻ ഇടപെടും. എനിക്ക് വേറെ വഴിയില്ലല്ലോ. നിനക്ക് എങ്ങനെയാലും ദിയെ വളച്ചെടുക്കണം. നിനക്ക് ഫുൾ ടൈം ദേവിയുടെ കൂടെ നടക്കണം. നിന്റെ വിചാരം ഐ വി വേൾഡ് കപ്പ് ആണെന്നാണല്ലോ. എല്ലാവർക്കും ഐ വിക്ക് വരാൻ അവരുടേതായ ഒരു കാരണങ്ങളുണ്ട്. പക്ഷെ നീയൊക്കെ ഞാൻ എന്തിനീ ട്രിപ്പിന് വന്നൊന്നും ഒരിക്കലെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ? നിന്റെ കൂടെയൊക്കെ ഒന്ന് അടിച്ചു പൊളിക്കാനാടാ തെണ്ടികളെ. കേൾക്കുമ്പോൾ വളരെ സില്ലിയായിട്ട് തോന്നും, പക്ഷെ ഇതുവരെ നമ്മളെല്ലാവരും കൂടെയുള്ള ഒരു ഫോട്ടോ പോലും എനിക്ക് എടുക്കാൻ പറ്റിയിട്ടില്ല. ദിയയുടെയോ ദേവികയുടെ കൂടെയോ നടക്കണ്ടെന്നോ നീ നിന്റെ ജോലി ചെയ്യേണ്ടെന്നോ അല്ല ഞാൻ പറയുന്നേ. പക്ഷെ ഒരുമിച്ചുള്ള ഈ സമയം അങ്ങോട്ടും ഇങ്ങോട്ടും അടി ഉണ്ടാക്കേണ്ടിരിക്കുക. എടാ, ദിൽ ചാത്താ ഹേ ഇവിടെയല്ലേ ഷൂട്ട് ചെയ്തേ? പിന്നെ ഇത്ര ഫേമസ് ആയ ഒരു സ്ഥലത്ത് വന്നിട്ട് ഒരു ഫോട്ടോ പോലും എടുക്കാതെ പോകുന്നത് മോശമല്ലേ? ഭയങ്കര മോശം. പക്ഷേ ഫോട്ടോ എടുക്കാൻ ഒരു ക്യാമറ ആണല്ലോ. എൻ്റെ കയ്യിൽ ക്യാമറ ഇല്ല. ക്യാമറ എൻ്റെ അടുത്തുണ്ട്. ആ, ഓക്കെ. അപ്പൊ പിന്നെ നീ ഫോട്ടോ എടുക്കാൻ ഒരാളെ മാത്രം കിട്ടിയാൽ മതി. എനിക്ക് ഫോട്ടോ എടുക്കാൻ അറിയില്ല. നിനക്കറിയാവോ? എനിക്ക് ഒട്ടും അറിയില്ല. എടാ, നിനക്കോ? എനിക്ക് വിട്ടു പറഞ്ഞൂടാ. ഇനിയിപ്പോ ആരാ ഉള്ളേ? മതി, നിങ്ങൾ പോയി നിൽക്ക്, ഞാൻ എടുത്തുതരാം. കുപ്പി, നീ ഇവിടെ ഉണ്ടായിരുന്നോ? കണ്ടേ ഇല്ലോട്ടോ. ഓവറാക്കണ്ട, പോയി നിൽക്ക്. സോറിടാ, ഞാൻ എടുത്തുതരാം. സോറിയുടെ ചക്കരെ, ഇനി വഴക്കുണ്ടാക്കൂല കേട്ടോ. പാടാ. സോറി കേട്ടോ. സോറിടാ. ശരി, പോയി നിൽക്ക്. എന്നടാ പോയി നിൽക്കട പൊട്ട. അമീർ ഖാൻ ചാരിയിരുന്ന സാധനമൊക്കെ പൊളിഞ്ഞു പോയടാ. 15 വർഷമായില്ലടാ. അല്ലെങ്കിലും അത്ര നാളും നിലനിൽക്കുന്ന എന്താടാ ഉള്ളേ?